തനിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ നിഷ്കരണം കൊന്നുതള്ളി വിചിത്രമായ ഭരണം നടത്തുന്ന ഭരണാധികാരിയാണ് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ. അധികാരത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന കിമ്മിന്റെ സാമ്രാജ്യത്തിന്റെ അടുത്ത അവകാശി ആരെന്നുള്ളൊരു ചോദ്യവും ഇപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒന്നാണ്. കിമ്മിന്റെ സഹോദരിയായ കിം യോ ജോങ്ങിലായിരുന്നു എല്ലാവരുടെയും കണ്ണ്. കിമ്മിനെ പോലെ സഹോദരിയും ക്രൂരകൃത്യങ്ങൾക്ക് പേര് കേട്ട വ്യക്തി തന്നെയാണ്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. കിമ്മിന്റെ ഏകാധിപത്യ സാമ്രാജ്യത്തിന് മറ്റൊരു അവകാശി എത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, കിമ്മിന്റെ മകൾ ജുയെ. ശക്തമായ ഏകാധിപത്യ ഭരണം നിലനിൽക്കുന്ന രാജ്യമാണ് ഉത്തര കൊറിയ. ഉത്തര കൊറിയയിൽ മറ്റു കാര്യങ്ങൾ പോലെ തന്നെയാണ് അവിടുത്തെ ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ സ്വകാര്യ ജീവിതവും. കിമ്മിന്റെ ബന്ധുക്കളെ പറ്റിയൊന്നുമുള്ള വിവരങ്ങളൊന്നും ലോകത്തിന് പൂർണ്ണമായും അറിഞ്ഞുകൂടാ. ഉത്തര കൊറിയയെ മൊത്തത്തിൽ നിയന്ത്രിച്ചുകൊണ്ടുള്ള കുടുംബ ഭരണം എത്ര നാൾ പോകുമെന്ന കൗതുകവും ലോകത്തിനുണ്ട്. കിം ജോങ് ഉന്നിന് ശേഷം ആരായിരിക്കും ഉത്തര കൊറിയ ഭരിക്കുക? സഹോദരിയായ കിം യോ ജോങ് ആകും അടുത്ത ഭരണാധികാരി എന്നതായിരുന്നു പൊതുവെയുള്ള അഭ്യൂഹം. എന്നാൽ ഇപ്പോൾ കളം മാറി മറിയുകയാണ്. കിമ്മിന് ശേഷം അധികാരത്തിലേക്ക് എത്തുക കിമ്മിന്റെ മകളായിരിക്കുമെന്നതാണ് ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ പല ഇന്റലിജൻസ് റിപ്പോർട്ടുകളും പറയുന്നത്. കിം ജോങ് ഉന്നിന്റെ മക്കളിൽ രണ്ടാമത്തെയാളെന്ന് കരുതുന്ന ജുയെ കൊറിയയുടെ അടുത്ത ഭരണാധികാരിയാകാൻ സാധ്യതയുണ്ടത്രേ. ജുയയ്ക്ക് വയസ്സ് 11 അടുത്തുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അധികം സംസാരിക്കുന്ന പ്രകൃതമല്ല ഈ കുട്ടി. കിം ജോങ് ഉൻ മകളുമായി പൊതുവേദിയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതിന്റെ ചിത്രം 2022 സർക്കാർ പുറത്തുവിട്ടിരുന്നു. ഉത്തര കൊറിയയുടെ ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഇരുവരും എത്തിയത്. വെളുത്ത ജാക്കറ്റും ചുവന്ന നിറമുള്ള ഷൂസും ധരിച്ച് പിതാവിന്റെ കൈപിടിച്ച് നീങ്ങുന്ന മകളുടെ പേരോ മറ്റ് വിവരങ്ങളോ അന്ന് പുറത്തുവിട്ടിരുന്നില്ല. ദക്ഷിണ കൊറിയയുടെ ഇന്റലിജൻസ് വിഭാഗമാണ് വിവരങ്ങളൊക്കെ ചോർത്തിയെടുത്തത്. കിം ജോങ് ഉന്നിന്റെ ഓരോ ചിത്രവും പുറത്തിറങ്ങുന്നത് ഒട്ടേറെ അഭ്യൂഹങ്ങളോടെയും മറ്റുമാണ്. ഇത്ര നാളും ചിത്രങ്ങളോ മറ്റും വെളിയിൽ വിടാതിരുന്ന ശേഷം ഇപ്പോൾ മകളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിന് പിന്നിലെ രഹസ്യം വിദഗ്ധർ പണ്ടേ തിരയുന്നുണ്ട്. ഒരുപക്ഷെ തനിക്കു ശേഷം കൊറിയയുടെ ഭരണാധികാരിയാകുന്നത് തന്റെ മകളായിരിക്കുമെന്ന സന്ദേശമാണ് കിം ജോങ് ഉൻ ഈ ചിത്രത്തിലൂടെ നൽകിയതെന്ന് അന്നേ അഭ്യൂഹങ്ങൾ കനത്തിരുന്നു. ഇപ്പോൾ പലപ്പോഴും ജുയെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഉത്തര കൊറിയയുടെ ദേശീയ ദിനപത്രത്തിലും ഈ കുട്ടിയെക്കുറിച്ച് ഫീച്ചറുകളും മറ്റും വന്നിരുന്നു. ഇതെല്ലാം ഭരണാധികാരി എന്ന വഴി മകൾക്ക് തുറന്നു കൊടുക്കാനായുള്ള കിമ്മിന്റെ തന്ത്രമാണെന്നാണ് ചില വിദഗ്ധരുടെ അഭിപ്രായം. എന്നാൽ കിമ്മിനു ശേഷം മകൾ അധികാരത്തിൽ വരുന്നതിനെ ഉത്തര കൊറിയൻ സമൂഹം അംഗീകരിക്കുകയില്ലെന്നും പറയപ്പെടുന്നുണ്ട്. ആൺമക്കളിലേക്ക് അധികാരം കൈമാറിയതാണ് ഉത്തര കൊറിയയുടെ ഇതുവരെയുള്ള ചരിത്രം. 2009 ഗായികയായ റീ സോൺ ജുവിനെ വിവാഹം ചെയ്ത കിമ്മിന് 3 കുട്ടികളുണ്ട്. ഇവരെ പറ്റിയുള്ള വിവരങ്ങളൊന്നും അങ്ങനെ പുറത്തറിയില്ല. എന്തെങ്കിലും അറിയുന്നത് ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് അന്വേഷണങ്ങൾ നടത്തുമ്പോഴാണ്. കിം ജോങ് ഉന്നിന്റെ ആരാധനാപാത്രവും മുൻ US ബാസ്കറ്റ്ബോൾ താരവുമായ ഡെന്നിസ് റോഡ്മാൻ ഒരിക്കൽ കിമ്മിന്റെ ക്ഷണം സ്വീകരിച്ച് ഉത്തര കൊറിയയിൽ എത്തിയിരുന്നു. അന്ന് കിമ്മിന്റെ മകളെ കണ്ടതായി റോഡ്മാൻ അറിയിച്ചിരുന്നു. കിമ്മിന്റെ ആദ്യത്തെ കുട്ടി 2010 ജനിച്ചതെന്നും ആൺകുട്ടിയാണിതെന്നും കരുതപ്പെടുന്നു. 2013 രണ്ടാമത്തെ മകളായ ജുയെ ജനിച്ചത്. മൂന്നാമത്തെ കുട്ടി 2017 ഫെബ്രുവരിയിലാണ് ജനിച്ചതെന്നും കരുതപ്പെടുന്നുണ്ട്. കിമ്മിന്റെ സഹോദരിയും അധികാരത്തിന് വേണ്ടി മോഹിച്ചവളാണ്. കിമ്മിനെ പോലെ ക്രൂരതകളുടെ പട്ടിക പറഞ്ഞാൽ കിം ജോ യോങ്ങും ഒട്ടും പിന്നിലല്ല. എന്തായാലും കിമ്മിന്റെ സഹോദരിയായ കിം യോ ജോങ്ങിലായിരുന്നു അടുത്ത അധികാരി എന്ന പട്ടം ജനങ്ങൾ ചാർത്തിയത്. എന്നാൽ അതെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള കിമ്മിന്റെ മകളുടെ വരവ് ഉത്തര കൊറിയൻ ഭരണകൂടത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പു തന്നെയാണ്.